മാപ്പിളയുടെ തേടി പിടിച്ചിട്ട് നല്ലൊരു ഔത്തുടെ പെണ്ണായിട്ട ഉള്ള എത്തുമാട്ടത് ആ മഹല്ലുടെ പാലക്കാരങ്ങളെ ജവാബ്ദാരി ഒരു റായത്തിലൊരു പാവത്ത അകമുണ്ട്. ആ പാവത്ത ഔത്തൊരു മാപ്പിള മൗത്തായ ഒരു പെണിങ്ങമുണ്ട്. ആ പെണിങ്ങ സ്വർത്തുക പോകാമില്ല, ആ പെണിങ്ങക്ക് ആണമക്കയില്ല. ആ പെണ്ണിങ്ങൾ ഔത്തുക എല്ലാ നാളും കർച്ചക പേനായിട്ട് സാമാന്യ എത്തുമാട്ട ജവാബ്ദാരി ആ റായത്ത് മഹല്ലിലുള്ള ആരോഗ്യമുള്ള പാലക്കാരങ്ങളെ ജവാബ്ദാരി. ആ ജവാബ്ദാരി ഞങ്ങൾ ആക്കാണ്ട് ഞങ്ങൾക്ക് നാല് അള്ളാഹുടെ കോർട്ടിൽ വെച്ച് കാലെടുത്ത് വയ്ക്കുകയാവില്ല കേട്ടോ. എല്ലാ ബെടക്ക് സ്വഭാവ വലിച്ചെറിയണു. നല്ല സ്വഭാവം ഞങ്ങളെ ലൈഫിൽ എടുത്തോണ്ട് പറഞ്ഞു. ജാവുക വേഗ പോയിട്ട് ഔത്തുല് പറഞ്ഞണു. കൊറിയ പാലക്കാരങ്ങൾ ഒരു സ്വഭാവമുണ്ട്. ജാവുക സുബ്ഹാനല്ലാഹ് ബൈക്കില പറ ചുറ്റിട്ട് നടക്കണ പാലക്കാരങ്ങ ನೀನ್ ಎವಡೆಗಳ ಪೊಂಡು ಅವನಿಗೆ ಗೊತ್ತಿಲ್ಲ, ನೀನ್ ಎವಡ್ರಲ್ಲ ಬಂಡು ಅವನಿಗೆ ಗೊತ್ತಿಲ್ಲ. ഒരു ഫ്യൂച്ചർ വേണ്ടേ, ഒരു എയിം വേണ്ടേ, ഒരു ഗോൾ വേണ്ടേ, ഒരു കുറി വേണ്ടേ. ഞാനൊരു 40 വർഷം ഈ ദുനിയാവിൽ ജീവിച്ചെങ്കിൽ നന്റെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആക്കുകയിത്ത, നാളെ സ്വർഗത്തേക്ക് പോക എന്തെങ്കിലും ഒന്ന് നന്റെ കൊണ്ടാക്കുകയിത്ത. അങ്ങനെ ബിയാരിക്കട ബാലക്കാരല്ലേ നല്ല ബാലക്കാരാ. കൊറിയ ബാലക്കാരങ്ങളെ ലൈഫിൽ ഒരു കുറിയുമില്ല. അപ്പായോട് ഗൾഫ് നിൽക്കണ, എല്ലാ തിങ്കളും നല്ല സമ്പാദിച്ചിട്ട് പൈസ കിടത്തണ ഈ മോണ ആ പൈസ ചെലവാക്കുക മാത്രമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആയിപ്പോയെങ്കില് ഞങ്ങളെ അപ്പമാര് കുടുങ്ങിയാറ്, ആ അപ്പമാരെ മക്കളും കുടുങ്ങിയാറ്. അങ്ങനെ ആവത്തീറ ഞങ്ങളിൽ നല്ല സ്വഭാവം പറഞ്ഞു, നല്ല തണ പറഞ്ഞു, നാലാലെ കൊണ്ട് നല്ലത് ചൊൽപാട്ടണു. ജാവുക വേഗ പോയിട്ട് ഔത്തോട് പറഞ്ഞണു. ಅದರ ಬದಲ್ಗೆ ಬಾಲಕಾರ ನೀ ಗಮನ ಬೆಚ್ಚಿ ಕೇಕಿನ ಚೊಳ್ಳ ವಿಷಯ. ನೀನು ಲೇಟಾയിട്ട് ഔത്തുക വരുമ്പോ നീന് എവിടെമാ നിന്റെ ഫ്രണ്ട്സുമാരയില് ചുട്ടിട്ട് സിഗരറ്റും വലിച്ചിട്ട് കാഞ്ചം യൂസ് ആക്കിയിട്ട് ഞാൻ നിങ്ങളെ ಬಗ್ಗೆ ಎಲ್ಲ ചൊന്നോണ്ടുള്ളൂ. കൊറിയ ബാലക്കാരങ്ങളെ ಬಗ್ಗೆ ചൊന്നോണ്ടുള്ളൂ. അതും കഴിഞ്ഞിട്ട് ജാവുക ഔത്തുക വരുമ്പോ ಗಂಟೆ ಎತ್ತಾರೆ സമാഗമന വെക്കൊരു പാലക്കാരങ്ങളെ ജാവുക ഞങ്ങ ഔത്തുക വന്നിട്ട് നൂലുമ്പോ 1 ಗಂಟೆ ജാവു, 12:30 ಗಂಟೆ ജാവു, 12 ಗಂಟೆ ജാവു. മോനെ നീ ആരെ ഉറക്ക് ബാത്തിലാക്കിയ കൊണ്ടുണ്ട? നിക്ക് ജന്മ തന്ന നിന്റെ ഉമ്മ ഇല്ലേ, ആ ഉമ്മയുടെ ഉറക്ക് നീ ബാത്തിലാക്കിയില്ലേ? ഡോക്ടർ ഉമ്മടയിൽ ചൊന്നറ ജാവുക 10 ಗಂಟೆಗೆ ഉറങ്ങണോട്ട് ഡോക്ടർ ഉമ്മടയിൽ ചൊന്നറ. ഉമ്മക്ക് ഉറങ്ങുകയാവില്ല. കാരണം നന്റെ മോന് മുഹമ്മദ്, നന്റെ മോന് നൗഫല്, നന്റെ മോന് അബ്ദുള്ള, നന്റെ മോന് അബ്ദുറഹ്മാൻ അസർഗ ഔത്തുറ പുറത്തുക പോയിറ. അവന് ഇപ്പോഴും ഔത്തുക വന്നില്ല. അവന് എവിടെ പോയിറ? ഏതെങ്കിലും ഒരു കുലുമാലില് പെട്ടുപോയാനാ? ആരെങ്കിലും അവന്റെ ഉപദ്രാക്കിയാറാ? ആ മനസ്സ് ഉമ്മയുടെ മനസ്സല്ലേ? അതല്ലേ ഉമ്മ ബാലക്കാരാ നിന്റെ കൈപിടിക്കുക. ഏത് പെഞ്ഞയി വന്നെങ്കില് നിക്ക് ആര് സപ്പോർട്ട് ആക്കിടകയുണ്ടെങ്കില് ബാലക്കാരാ ഒരു വിഷയ മനസ്സിൽ വെച്ചുക. ഉമ്മയുടെ പോലെ പിറസതണ്ടൊരു പെണ്ണ് വേറെ ഇല്ല. അത് പെഞ്ഞൈമാരായെങ്കിലും സമ, എലങ്ങമാരായെങ്കിലും സമ, മൂത്തങ്ങമാരായെങ്കിലും സമ. ഉമ്മമാര് തന്റെ പിർസ പോലോത്തൊരു പിർസ ദുനിയാവിൽ ഒരാൾക്കും തരകു സാധ്യതയില്ല. ഉസ്താദേ അബ്ബമാർക്ക് സാധ്യതയില്ലേ? അബ്ബമാർക്കും ഉമ്മമാർക്കും അവിടെ പോലത്തെ പിർസ തരകു സാധ്യതയില്ല. നീ നണ്ടയിൽ അർസ കാട്ടണ്ട. ಹಿರಿಯಂಗಲೇ ಇದು ಚೊಲ್ಲುಂಬ ಒನ್ನ ನಿಂಕು ನಗಲೇ ಅರ್ಸಬರು ಬೇಡ. ನಾನುം നന്റെ മക്കൾക്കു നാണും അപ്പ അല്ലേ, നന്റെ മക്കൾക്കു നന്റെ പെഞ്ഞയും ഉമ്മ അല്ലേ. അത് ഗമന വെച്ചിട്ടേ ഞാനിത് ചൊന്നോട്ടുള്ളൂ. കാരണം 3 വട്ട ഒരാൾ വന്നിട്ട് നബിതങ്ങളിൽ നബിയെ നക്ക് യാറ ഹക്കുള്ള ആരെയിലും നബിയെ 3 വട്ട കേട്ടപ്പ ആ 3 വട്ടവും നബിതങ്ങ ചൊന്ന ഉത്തര ഉമ്മുക്ക, മോനെ നിക്ക് യാറ ഹക്കുള്ളോ അത് നിന്റെ ഉമ്മടയിലായിട്ടിക്കിടേട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമതായിട്ട് പിന്നെ നക്കാറയിലെ ഹക്കുള്ള നബിയെ അപ്പല്ലേ നബി തങ്ങ ചൊന്നു അബൂക്ക, പിന്നെ നിക്ക് ഹക്കുള്ള നിന്റെ ബാപ്പടയിലായിട്ടിക്കിട്. അപ്പൊ 3 വട്ട കേട്ടപ്പോ
അത് നിന്റെ ഉമ്മടയിലിട്ട് ചൊല്ലണെങ്കിൽ ഉമ്മ കാട്ട പിർസയത്തനായിട്ട് ഗമന വെച്ച് നോക്കൂ. അതേ ടൈമില് ഞങ്ങൾക്ക് ഉമ്മമാരയിലെ പിർസവുണ്ട മങ്ങിലായ പിന്നെ ഉമ്മടെ ബാരാക്കിട്ട് സ്വന്തം പെഞ്ഞൈകാക്കി കൊടുക്കണ എത്ര ബാലക്കാരങ്ങ ഉള്ളാറ്. സുബ്ഹാനല്ലാ, ഞാൻ ഈ മുട്ടത്ത് കൊടകു ജില്ലക്ക് വാളുക പോയ കൊടകിട മുട്ട, എരുമാട മുട്ട, ഭാഗമണ്ഡലത്ത് മുട്ട, താവൂറുകളുടെ റായത്ത് വാളുക പോയപ്പാ വാതും കലഞ്ഞിട്ട് ഞാൻ അവിടെ ദർഗ മഖാമ സിയാറത്താക്കിട്ട് ഞാൻ എന്റെ കാറുക വത്തുമ്പോ ഒരു ഹിരിയ ബാപ്പ, വയസ്സായ ഒരു ബാപ്പ, 75-80 വയസ്സുള്ളൊരു ബാപ്പ. ആ ബാപ്പക്ക് ആരോഗ്യം ഇല്ല, ആ ബാപ്പക്ക് നടക്കുകയാവില്ല, ആ ബാപ്പക്ക് എണിച്ചിട്ട് നിൽക്കുക പോലും ആവില്ല. ആ ബാപ്പ നന്റെ കാരണമുട്ട വന്നിട്ട് നന്റെ കൈ പിടിച്ചിട്ട് ചൊന്നു, ഉസ്താദേ ദുആർക്കണോ ഉസ്താദ്, ദുആർക്കണോ ഉസ്താദ്. നാ കേട്ട എന്തിക്ക് ദുആർക്കണോ? എന്ത്ര വിഷയ നിങ്ങളെ മോത്തുല് എന്തമാ ഒരു ടെൻഷൻ ഉണ്ടല്ലേ, നിങ്ങളെ മോത്തുല് എന്തമാ ഒരു ചികിത്സ ഉണ്ടല്ലേ. ആ ടെൻഷൻ എന്തോ ബാപ്പ ഒന്ന് ചൊല്ലു. ആ ബാപ്പ ചൊന്നെന്തര കൊണ്ടുണ്ട ഉസ്താദേ, നക്ക് 2 ആണമക്ക ഉള്ളാർ. ആ 2 ആണമക്കവും നണ്ടയില് സമയില്ല. അങ്ങ മങ്ങിലായിട്ട് നണ്ടും നന്റെ പെഞ്ഞയുടെ പേരാക്കിയാറ്, പേരതൈപ്പാട്ടിയാറ്. അങ്ങനെ പെഞ്ഞൈമാർക്ക് നല്ല അക കൊടുത്താറ്. അങ്ങ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ നാനും നന്റെ പെഞ്ഞൈ മാത്ര ഞങ്ങൾക്ക് ബേസായിട്. ആ മഹാജന്റെ ആൺമക്കമേ ഞങ്ങൾക്കുള്ളൂ. ആ 2 ആൺമക്കരെ അന്ന് ഞങ്ങൾക്ക് തന്നപ്പ ഞങ്ങളെ മനസ്സിലൊരു ബിയാറ ബന്ധ് ഞങ്ങൾക്ക് 2 പെൺമക്ക മർമക്കമാര് പറകുണ്ടല്ലേ. ഞങ്ങളെ പെൺമക്കളെ സ്ഥാനത്തേക്ക് 2 മർമക്കമാര് പറകുണ്ടല്ലേ. ആ 2 മർമക്കമാര് വന്നെങ്കില് ഞങ്ങളെ അക നിറഞ്ഞിട്ടല്ലേ. ആ ഞങ്ങളെ ആൺമക്കു മക്കായെങ്കില് അഥവാ ഞങ്ങളെ ഔത്തുക ഞങ്ങൾക്ക് പുള്ളിമാര് വന്നെങ്കില് ഞങ്ങളെ ഔത്തുൽ ആൽമാര് നിറഞ്ഞില്ലേ. ചെറിയ ഞങ്ങളെ മക്ക ചെറിയക്കുമ്പമേ ഞങ്ങളെ മനസ്സിൽ ബിയാറയുണ്ട്. അതേ ടൈമില് ഞങ്ങളെ എല്ലാ നിരീക്ഷണം തപ്പാട്ടിട്ട് ആ 2 ആൺമക്ക ബലിയായോട്ട് വന്നിട്ട് അങ്ങ് പേന്മായപ്പോഴത്തെ 2 പെൺമക്കളെ സെലക്ട് ആക്കിയിട്ട് അങ്ങ് മങ്ങിലാക്കിട്ട് ഇപ്പൊ കണ്ടില്ലേ ഞങ്ങളെ ചണ്ടാലും ബേരതൈ പാട്ടിട്ട് ആ പെഞ്ഞൈമാർക്കും അങ്ങും ബേരാകാക്കിട്ട് പോയി സെറ്റിലായാർ. ഉസ്താദ് ഒന്ന് ദുആർക്കണോ? നാ ചൊന്നെ 2 ബാലക്കാരങ്ങളെ നമ്പർ നക്ക് വേണോ? എവിടുള്ള ഇറങ്ങ അങ്ങ് ബാംഗ്ലൂർ. ആ 2 ബാലക്കാരങ്ങളെ നമ്പർ നക്ക് വേണോ? ആ ബാലക്കാരങ്ങളെ നമ്പറാ ബാപ്പ തന്തു. ഞാൻ എന്റെ ഇത് ചൊന്നോണ്ടുള്ളൂ, ഗമന വെച്ച് കേക്കറു. ആവകു തീറാ ബാലക്കാര് ചങ്ങാടിമാര്, അങ്ങനെ ആവകു തീറാ. സുബ്ഹാനല്ലാഹ്, പിന്നൊരു ബാപ്പടനാ കണ്ടപ്പാ ആ ബാപ്പടയില് നാന് കേട്ട അല്ലാ നിങ്ങ ഹജ്ജിക്ക് പോയിടാറാ. നോക്കുമ്പോ 80 വയസ്സ് കഴിഞ്ഞത്. അയാൾ ചൊന്തു നാന് ഹജ്ജിക്ക് പോയില്ല. അല്ല നിങ്ങ ഉംറത്തുക്ക് പോയിടാറാ? ഇല്ല, നാന് ഉംറത്തുക്കും പോയില്ല. അതെന്തേ? നിങ്ങളെ മക്ക എത്തരെ, ആൺമക്ക എത്തരെ? ഉസ്താദേ നക്ക് 3 ആൺമക്ക ഉസ്താദേ. അങ്ങ എവിടെ ഉള്ളാറ്? ഓർത്ത നോക്കുമ്പോ മക്കത്തിലുള്ള, പിന്നൊർത്ത നോക്കുമ്പോ മദീനത്തിലുള്ള, പിന്നർത്ത നോക്കുമ്പോ മക്കത്തെ 70 കിലോമീറ്റർ ഇപ്പറ ജിദ്ദത്തിനുള്ള. നാ ചൊന്ന അല്ല ബാപ്പ, നിങ്ങ ഹജ്ജിക്ക് പോണായതും അവിടെ മേല് മക്ക അല്ലേ ഹജ്ജയുടെ കേന്ദ്ര, സിയാറത്ര കേന്ദ്ര മദീന അല്ലേ. അപ്പൊ നിങ്ങ പോണായതും മക്കത്തും മദീനത്തുകല്ലേ. നിങ്ങളെ 2 മക്ക അവിടെ മേയില്ലേ, ജിദ്ദത്തിൽ വേറൊരു മോണുമുള്ളല്ലേ. പിന്നെന്തേ ഇത്ര വയസ്സായിട്ടും നിങ്ങ പോവാത്തോ? നിങ്ങളെ മക്കത്തുലും മദീനത്തും ജിദ്ദത്തും പോയിട്ട് എത്ര വർഷായിട്ട്? 15 വർഷായിട്ട്. 15 വർഷായിട്ട് പോലും നിങ്ങളെ മക്കങ്ങ് ഹജ്ജക്ക് കുട്ടിയും പോയില്ലേ? ആ ടൈമിലാ ബയസായ ബാപ്പ ചൊന്ന പൽക്ക ഇപ്പോഴും നിന്റെ കാത് കടിച്ചോട്ടുണ്ട് ബാലക്കാര് ചങ്ങാടിമാര്. ആ ബാപ്പ ചൊന്നെന്തിനുണ്ടാ ഉസ്താദ് അങ്ങ് കുട്ടിയും പോകത്താക്കത്തില്ല. അല്ല പിന്നെമാ അങ്ങനെ പെഞ്ഞൈമാർ മക്കളും അങ്ങ് ഉംറത്തുക്ക് കുട്ടിയും പോയിടാറ്. മാത്രല്ല അങ്ങനെ പെഞ്ഞൈമാരെ ഉമ്മമാരും അപ്പമാരെയും കുട്ടിയും പോയിടാറ്. അഥവാ കാക്കടും മാമിടും കുട്ടിയും പോയിടാറ്. സുബ്ഹാനല്ലാഹ്,
പെഞ്ഞയുടെ മക്കളും ഉംറത്ത് കുട്ടിയും പോയങ്ങ സ്വന്തം കാക്കമാമിമാരെ കുട്ടിയും പോയങ്ങ സുബ്ഹാനല്ലാഹ് പെരുപാട്ടിട്ട് പെത്തിട്ട് അങ്ങ് ബേന്മായതെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുള്ള എല്ലാ കഷ്ട സഹിച്ചിട്ട് അങ്ങനെ ബലിയാക്കിയ സ്വന്തം ഉമ്മ ബാപ്പടെ ഉംറത്തുക്ക് കുട്ടിയും പോയിട്ട് അല്ലാഹുവിന്റെ ഫസ്റ്റ് ഭവനായ കഅബത്തെ ഒരു നോക്കുക കാട്ടുക തീരാത്ത മോണ് ആ മോണ് എന്തിಗೆ പ്രയോജന ഞങ്ങ അതുപോലെ ആവുക തീറ പാലക്കാര് ചങ്ങാടിമാര് നന്റെ വിഷയ അതല്ല ഞാനിപ്പതുക പോണ്ടില്ല ജാവുക വേഗം വന്നിട്ട് ഉറങ്ങില്ലെങ്കിൽ ഉപദ്രവങ്ങളെ ഉമ്മ അപ്പകു വയസ്സായ ഉമ്മ അപ്പകു അതിന്റെ പേരിൽ ജാവു എവിടെങ്കിലും പോയി നോക്കുമ്പോ എവിടെങ്കിലും ക്യാരംസ് കളിക്കുക ടൈമുണ്ട് ഒരു മോത്തില് ക്യാരംസ് കളി നടന്നുകൊണ്ടുണ്ട് ആ ക്യാരംസ് കളിയുടെ മോത്തില് പോയി ദയിക്കണ്ട കളിച്ചിട്ട് ടൈം പാസ്സാക്കുള്ളതല്ല ദുനിയാവൂ ക്യാരംസ് കളിക്കുക തീരാ ചെസ് കളിക്കുക തീരാ ഇസ്ലാമുകൊരു നിയമമുണ്ട് ഇസ്ലാം എല്ലാ സമസ്യത്തും പരിഹാര കാട്ടിയ ദീനല്ലേ ഇസ്ലാം ഇസ്ലാം നിസ്കരിക്കുക മാത്രം പഠിപ്പാട്ടിയ ദീനല്ല ഇസ്ലാം നോമ്പ് നോക്കുക മാത്രം പഠിപ്പാട്ടിയ ദീനല്ല ഇസ്ലാം പിലിഗ്രിമേജിക്ക് പോക മാത്രം പഠിപ്പാട്ടിയ ദീനല്ല ഇസ്ലാമുടെ നേതാവാറ് കൊണ്ടുണ്ട ബാലക്കാറ ഇസ്ലാമുടെ നേതാവാറ് ആ നേതാവിടെ പൽക്ക ഞങ്ങൾ കേട്ടെങ്കില് ആ നേതാവിടെ ഓരോ പൽക്ക ചൊന്നത് എഴുതി വെച്ചത് ഞങ്ങൾ നോക്കിയെങ്കില് ഞങ്ങളെ എല്ലാ സമസ്യത്തും ആ നേതാവിടെ പൽക്കത്തിൽ ഞങ്ങൾക്ക് പരിഹാരം കണ്ട് ആ നേതാവല്ലേ നൂഴ്ക്കി സാഗരു നൂഴ്ക്കി ജൽവാ നൂഴ്ക്കി ജൽക്കാ जा मदीना तुझे सलाम रहमतुल लिल आलमीन मुहम्मदुर रसूलुल्लाह मुहम्मदुर रसूलुल्लाह സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ ദലൈലാമയുടെ നിങ്ങൾ കേട്ടിട്ടില്ലേ ടിബേറ്റിയൻ മതവിശ്വാസികളെ ലീഡറല്ലേ മിസ്റ്റർ ദലൈലാമ ആ ദലൈലാമ മൈസൂರಿಗೆ വന്നപ്പ ആ മൈസൂരിൽ നടന്ന സ്പിരിച്വൽ ഗ്യാതറിംഗില് ദലൈലാമ ചൊന്ന ഒരു പൽക്ക ഞങ്ങൾ കർണാടകത്തെ എല്ലാ പേപ്പറിലും വന്നില്ലേ സോഷ്യൽ മീഡിയത്തിൽ വന്നില്ലേ ഫേസ്ബുക്കിൽ അത് ഷെയർ ആക്കിയില്ലേ അതിന്റെ റിപ്പോർട്ട് വാട്സപ്പിൽ ഷെയർ ആയില്ലേ എന്തിനെ ദലൈലാമ ചൊന്ന പൽക്ക കൊണ്ടുണ്ടാ ദലൈലാമ മൈസൂರಿಗೆ വന്നിട്ട് പ്രസംഗിക്കുമ്പോ ദലൈലാമകും ചൊല്ലുകൊള്ളത് ഹബീബേ മുകറം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്യല്ലേ ദലൈലാമ യന്ത്ര ചൊന്നു if we want to prevent peace if we want to destroy terrorism we must follow the path of Prophet Muhammad peace and blessings of Almighty Allah be upon him ഈ ജഗത്തില് ഉഗ്രവാദം ഇല്ലാണ്ടാക്കണമെങ്കില് ജഗത്തില് ഭയോത്പാദന ഇല്ലാണ്ടാക്കണമെങ്കില് ജഗത്തില് ഭീകരവാദം ഇല്ലാണ്ടാക്കണമെങ്കില് എല്ലാ ആൾമാർക്ക് ശാന്തി കൊടുക്കണമെങ്കില് ഞങ്ങൾ ഫോളോ ആക്കണായത് ഞങ്ങൾ അനുകരണ ആക്കണായത് ഞങ്ങൾ അവലംബാക്കണായത് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടിക്കട് എല്ലാ ജാതിയങ്ങൾക്കും ചൊല്ലുകൊള്ളതേ എല്ലാ ധർമ്മത്തങ്കും ചൊല്ലുകൊള്ളതേ എല്ലാ മതവിശ്വാസികൾക്കും ചൊല്ലുകൊള്ളതേ കാരണം എന്തോ കാരണം എല്ലാ വിഷയവും നബിതങ്ങ പഠിപ്പാട്ടിയ കൂട്ടത്തിൽ ഒന്നല്ലേ നിങ്ങൾ ക്യാരംസ് കളിക്കുക തീരാ ടൈം പാസ് വേനായിട്ട് ക്യാരംസ് കളിക്കട ബാലക്കാരങ്ങ തന്റെ സദസ്സിലിന്നെങ്കില് മോനെ നാളെ ഖബറുല നേതാവിടെ കാണുകൊണ്ടോ നാളെ അള്ളാവിടെ കോട്ടുല നേതാവിടെ കാണുകൊണ്ടോ അപ്പ ഞങ്ങളെ മുഖം നോക്കിട്ട് ഇതലാ ക്യാരംസ് കളിക്കുക തീരാണ്ട് ചെന്നിട്ട് നീന് ചാവുമാന ക്യാരംസ് കളിച്ചിട്ട് ടൈം പാസ് ആക്കിയില്ലേ ആ നേതാവ് ഞങ്ങളെ കേക്കടമെന്നോട് ക്യാരംസ് കളിക്കടത് നിപ്പാട്ടൊരു ബാലക്കാരങ്ങളെ ഇസ്ലാമിൽ അതൊക്കെ വിധിയുണ്ട് പണ്ഡിതന്മാർ എന്തിനു ചൊന്നറാറ് ഇമാമീങ്ങ എന്തിനു ചൊന്നറാറ് ശൈഖുൽ മദ്ഹബ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ക്യാരംസ് കളിക്കടದ್ರ ಬಗ್ಗೆ ചൊന്ന പൽക്കെന്തര ಗೊಂತುಂಡ ഫഹുവ ഹറാം വയഹ്റുമു ലഅബു നർദശി
കേരംസ് കളിക്കണത് ഹറാമായിട്ടിക്കട് കേട്ടോ. ഇമാമിങ്ങ ചെന്ന പൽക്ക എന്തേ കാരണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ലഅബൻ നർദസീറ ഫകഅന്നമാ സ്വബഗ യദഹു ഫീ ലഅമിൽ ഖിൻസീരി വദമിഹി. ആരെങ്കിലും ഒരുത്ത കാരംസ് കളിച്ചെങ്കില് അപ്പൊ നിങ്ങൾ കേൾക്കോ ഉസ്താദേ കാരംസ് ഉണ്ട് ഹദീസിലുണ്ട് ഉസ്താദേ. കാരംസ് ഇംഗ്ലീഷ് പൽക്കല്ലേ, അത് ഹദീസിലുണ്ടോ? ഹദീസില് കാരംസ് പൽക്കയെന്നെങ്കിലും ഇല്ലെങ്കിലും നർദസീറിച്ചുള്ള കളിയുടെ രൂപ ഇമാമിങ്ങ എഴുതി വെച്ചിറാറ്. അതെങ്ങനെ എഴുതി വെച്ചോ? ഒരു ബോർഡു, ആ ബോർഡിന് 4 മോത്തിലും ആൽമാര് തയ്ക്കണാറ്. ഒർത്താതാ ഒന്നുകൊണ്ടിങ്ങനെ സൊട്ട, ഒന്നുകൊണ്ടിങ്ങനെ കൊട്ടുമ്പോ ബാക്കിയെല്ലാം പോയിട്ട് അതിന് 4 മൂലയിലും ഒറ്റ ഉണ്ട്, ഹോൾസ് ഉണ്ട്. അതിൽ പോയിട്ട് ബൂൾഡു ബൂന്നെങ്കില് അത് ഓണുകെ അടിച്ച ഉണുകെ, അതല്ലേ കാരംസ് കളി. അപ്പൊ ആ കളി ഓർത്ത കളിച്ചെങ്കിൽ നബി തങ്ങ ചൊല്ലു മൻ ലഅബൻ നർദസീറ ഫകഅന്നമാ സ്വബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി വദമിഹി. അതാ അവന്റെ കൈ ഒരിക്കലും തിന്നുക ഹലാലല്ലാത്ത ഒരു ജീവിയില്ലേ, നായല്ലാത്ത പിന്നൊരു ജീവിയില്ലേ. തൊട്ടെങ്കിൽ അതാ 7 ബട്ട കലകണോ, അതിൽ 1 ബട്ട മണ്ണ് മിക്സായ തന്നി കൊണ്ടായിട്ടിക്കണോണ്ട് ഇസ്ലാം പഠിപ്പാട്ടിയ ജീവിയില്ലേ. ആ ജീവിയുടെ ഇറച്ചിക്ക് പോയിട്ട് കൈയിട വിധി എന്നോ, ആ ജീവിയുടെ ചോരകം പോയിട്ട് കൈമുക്കിട വിധി എന്നോ, അത് ഹറാമല്ലേ. അതുപോലെ കാരംസ് കളിക്കണത് ഹറാം. അതുകൊണ്ട് കാരംസ് കളിക്കണ്ട ബാലക്കാറോ, ടൈം പാസ് ആക്കുക തീറോ, ജാവുക വേഗം വന്നിട്ട് കിടക്കണു, സുബൈക ಬೇಗ നിസ്കരിക്കുക, പള്ളിക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ലൈഫിൽ ഒരു ഫ്യൂച്ചർ വേണു. ആ ഫ്യൂച്ചർ ഞങ്ങൾക്കെന്നെങ്കില് നിങ്ങൾ നോക്കൂ. ഞാൻ എന്റെ ബാലക്കാരങ്ങളെ ചൊല്ലട്ട, ഇന്റെ എത്തരമാ കിലോമീറ്റർ അപ്പുറത്തിൽ കത്തിയോണ്ടുള്ള സൂര്യ സെക്കല്ലേ ഞങ്ങൾ സെക്ക സഹിക്കുകയില്ലേ. സുബ്ഹാനല്ലാഹ്, സെക്ക സഹിക്കുകയില്ലേ. ദക്ഷിണ കന്നഡത്തിലും സെക്ക. നന്റെ ചിಕ್ಕಮಗಳೂರು ജില്ല, ഞാനിപ്പോ ചിಕ್ಕമಗಳൂರು ജില്ലയുടെ ആവണല്ലേ കളസ. ചിಕ್ಕമಗಳൂರು ജില്ല ചൊന്നെങ്കില് സാമാന്യമായിട്ട് സെക്കയിക്കുമ്പോ കൂലാവുകനായിട്ട് ഒന്ന് അപ്പുറം പോകേണ്ട ജാഗ. ആ ചിಕ್ಕമಗಳೂരിലും സെക്ക 38 ഡിഗ്രി സെൽഷ്യസ് സെക്ക ചിಕ್ಕമಗಳೂരിൽ പറഞ്ഞെങ്കില് എവിടേക്ക് എത്തിത്ത് ഞങ്ങളെ ഹവാമാന. മുഞ്ഞാണ്ട് മടിക്കേരിക്ക് പോയ മടിക്കേരിയിലും ഭയങ്കര സെക്ക. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ഉടരകാണ്ടി സെക്കാപ്പറ. എന്തേ കാരണ? സെക്ക എല്ലാ മോത്തും സെക്ക, മല കാണ്ട കൊറോടി. ഈ സെക്ക ഞങ്ങൾക്ക് സഹിക്കുകയോണ്ടില്ലല്ലേ ബാലക്കാറുങ്ങളെ, ഈ സെക്ക ഞങ്ങൾക്ക് സഹിക്കുകയോണ്ടില്ലല്ലേ. ഈ സെക്ക പണ്ട് സൂര്യടതല്ലേ. സൂര്യ എത്തരമോ കോടി കിലോമീറ്റർ അപ്പറല്ലേ കത്തിയോണ്ടു. അതേ ടൈമില് ഞാനൊന്ന് ചൊല്ലട്ടോ, നാളെ അല്ലാഹുടെ കോർട്ടുക വരുമ്പോ ഞങ്ങളെ തലയുടെ മേല് ഒരു ചാണ് മേലായിട്ട് സൂര്യ കത്തുമ്പോ ആ സെക്ക ഞങ്ങൾക്ക് സഹിക്കുക തീറുക. എല്ലാരും വേർപ്പുല് മുങ്ങിയോണ്ടിരിക്കുമ്പോ അവിടെ രക്ഷ വേണ ബാലക്കാരാ, ഞങ്ങൾക്ക് രക്ഷ വേണായത് അവിടല്ലേ. ഇവിടെ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഞങ്ങൾക്ക് സെക്കായെങ്കില് ഞങ്ങള് ഔത്തുലു AC സംവിധാനമുണ്ടോ, ഞങ്ങള് ഔത്തുലു ഫാന്റെ സംവിധാനമുണ്ടോ, ഞങ്ങള് ഔത്തുലു കൂളറുടെ സംവിധാനമുണ്ടോ. റബ്ബുടെ കോർട്ടില് AC കിട്ടുക, റബ്ബുടെ കോർട്ടില് കൂളർ കിട്ടുക, റബ്ബുടെ കോർട്ടില് ഫാന് കിട്ടുക. അതേ ടൈമില് ഞങ്ങൾക്ക് അവിടെ തണല് വേണ്ടേ. ആ സൂര്യയുടെ സെക്ക സഹിക്കുകവാണ്ട് ഞങ്ങളെ തലയുടെ മേലെ ഒരു ചാണ് മേലെ സൂര്യ കത്തിയോണ്ടിക്കുമ്പോ ആ സൂര്യയുടെ സെക്ക സഹിക്കുകവാണ്ട് എല്ലാരും വേർപ്പുല മുങ്ങിയോണ്ടിക്കുമ്പോ അവിടെ അതാ കൊറേ ആൾമാർക്ക് അരസിയുടെ തണല് കിട്ടും. എല്ലാവർക്കും അരസിയുടെ തണല് കിട്ടില്ല. നബി തങ്ങ ഒരേ ഹദീസിൽ ചൊന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, 7 വിഭാഗ ആൾമാർക്ക് അരസിയുടെ തണല് കിട്ടു. ആ 7 വിഭാഗ ആൽമാരെ കൂട്ടത്തില് ഒരു വിഭാഗത്തെ ಬಗ್ಗೆ നബി തങ്ങൾ ചൊന്നു, ഒറജുല് ഗമന വയ്ക്കൂ,
ഒരു ബാലക്കാര, ആ ബാലക്കാരകു 4 അരസയുടെ തണലുണ്ട്. ഏത് ബാലക്കാര കൊണ്ടുണ്ടാ? ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അവന്റെ മനസ്സ് എപ്പോ നോക്കിയെങ്കിലും പള്ളിയുടെ കണക്ഷൻ ഉണ്ടോ? അവന്റെ മനസ്സ് എപ്പോ നോക്കിയെങ്കിലും ക്രിക്കറ്റ് ടൂർണമെന്റ് ട്രെയിൽ മാത്രമല്ല, എപ്പോ നോക്കിയെങ്കിലും അതാ ഇന്റർനെറ്റ് കഫേൽ പോയിട്ട് ജയിക്കണല്ല, എപ്പോ നോക്കിയെങ്കിലും മൊബൈൽ പിടിച്ചിട്ടല്ല. പിന്നമാ ഇതലാ നീൻ എവിടെകളാ പോണ്ടോ? നാന് പള്ളിക്ക് പോയോണ്ടുള്ളേ. ഇതലാ നീൻ എവിടെല്ലാ ബണ്ടോ? നാന് പള്ളിയുടെ വന്നോണ്ടുള്ളൂ. അപ്പൊ എപ്പോ നോക്കിയെങ്കിലും അവന്റെ മനസ്സിൽ പള്ളിയുടെ ടച്ച്, എപ്പോ നോക്കിയെങ്കിലും അവന്റെ മനസ്സിൽ പള്ളിയുടെ ബിയാറാ. ഞങ്ങളെ പള്ളിയുടെ ഭാഗ്യം ഞങ്ങല്ലാട്ടെ ബിയാരിക്കൊക്കെ വേറെ ആറ് ബണ്ടാരോ. അപ്പൊ എപ്പോ നോക്കിയെങ്കിലും പള്ളിയുടെ കണക്ഷൻ ഉള്ള ഒരു ബാലക്കാര ഇന്നെങ്കിലും ആ ബാലക്കാര 4 അവിടെ കോർട്ടിൽ വരുമ്പോ അവിടെ അരസിയുടെ തണല് കിട്ടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലു. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളാക്കി തരട്ടെ. പിന്നൊരു വിഭാഗം ഏത് കൊണ്ടുണ്ടോ? വറജുലുൻ, അതാ വറജുലാനി, 2 ബാലക്കാരങ്ങ. ഇപ്പൊ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ഞങ്ങളെ സഹവാസ അത് പല ഹറാമുകളും യൂസ് ആക്കിക്കൊണ്ടുള്ള ഇല്ലേ ബാലക്കാരങ്ങളെ? ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ പല ഹറാമുകളും യൂസ് ആക്കിക്കൊണ്ടുള്ള ആ ഹറാമുകൾ യൂസ് ആക്കിടതിന് ബദലുക 2 ബാലക്കാരങ്ങ അങ്ങ ഭാര്യ ഫ്രണ്ട്മാര്. എന്തിಗೆ ഫ്രണ്ട്മാര്? സുബ്ഹാന ജല്ല ജലാലുഹു. ഒന്ന് കക്കൊക്കെ പോകവേനായിട്ടല്ല, കക്കൊക്കെ പോകവേനായിട്ടല്ല, അല്ലെങ്കിൽ ഒരു പെണ്ണിടെ പിറവിൽ പോകവേനായിട്ടല്ല, കള്ളു കുടിക്കുക വേനായിട്ടല്ല, ബെടക്ക് സൊറ എടുക്കുക വേനായിട്ടല്ല. പിന്നെ മാ റജുലാനി തഹബ്ബാ ഫില്ലാ, 2 ബാലക്കാരങ്ങ അങ്ങ ഫ്രണ്ട്സുമാര് എന്ത് വിഷയത്തിൽ ഫില്ലാ? അല്ലാഹുടെ വിഷയത്തിൽ അങ്ങ് 2 ഫ്രണ്ട്സുമാര്. അങ്ങ് എപ്പോ നോക്കിയെങ്കിലും ദീന്റെ വിഷയത്തിൽ 2 ഒട്ടിക, പള്ളിയിൽ എന്ത് വിഷയങ്ങളും അങ്ങ് 2 ഒട്ടിക വന്നിട്ട് സൊറയെടുക്കണാറ്. റായത്തെ ദീനിയായ ഏത് വിഷയം നോക്കിയെങ്കിലും അങ്ങനെ കയ്യില് പൈസ ഇക്കാല്, അങ്ങ് വലിയ സ്ഥാനമില്ല, അങ്ങ് വലിയ പേരില്ല. ദീന്റെ ഏത് വിഷയത്തിലും ഒട്ടിക ഉള്ളാറ് ആ 2 ബാലക്കാർമുകോ 4 അല്ലാഹുവിടെ കോർട്ടൊരു അരസിയുടെ തണല് കിട്ടിയിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊല്ലു. ബാലക്കാര് ചങ്ങാടിമാരെ, അതുകൊണ്ട് അല്ലാഹുടെ ദീനിന് പേരായിട്ട് നിങ്ങൾ ആയുസ് ചെലവാക്കണം. പഴയ കാലത്തെ സ്വഹാബികളെ പോലെമാ അങ്ങ് എത്ര ത്യാഗം സഹിച്ചതാര് നിങ്ങൾക്കൊന്നില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനല്ലേ, സ്വഹാബിയല്ലേ. അല്ലാഹു കൊടുത്ത പൈസ ഫുള്ള് അല്ലാഹുടെ ദീനിന് പേരായിട്ട് ചെലവാക്കിയില്ലേ? ഒരു നാല് എല്ലാ പൈസ കൊന്നിട്ട് നിബിതങ്ങളെ മുന്നോല് ചോദിച്ചിട്ട് തബൂക്ക് യുദ്ധം നടക്കണ ടൈമില് 30,000 മുസ്ലിം സൈന്യത്തുക പേന്മായത് എല്ലാം കൊടുത്തിട്ട് സഹായിച്ചത് ആരുകൊണ്ടുണ്ടോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലേ. എല്ലാം കൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോൽ സമർപ്പിച്ചപ്പോ സ്വഹാബികൾ കംപ്ലൈന്റ് ചെന്നാർ, നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാം കൊന്നിട്ടിട്ട് കുടുംബത്തുക്ക് എന്തും വെച്ചില്ലേ, പെഞ്ഞി മക്കൾക്ക് എന്തും വെച്ചില്ലേ? നബി തങ്ങ കേട്ടിട്ട് ഒക്ക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങളെ പെഞ്ഞി മക്കൾക്ക് എന്തും വെച്ചില്ലേ, കുടുംബത്തുക്ക് എന്തും വെച്ചില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയേ ನಾನು ನನ್ನ പെഞ്ഞയും മക്കൾക്കും എടുത്തു വെച്ചിര യന്ത്ര വെച്ചിര കൊണ്ടുണ്ടാ നന്റെ കയ്യിലുള്ള പൈസ എല്ലവും നിങ്ങളെ ദീനകവേനായിട്ട് നാണ് തന്നെങ്കില് നിങ്ങ യന്ത്രമാ നക്കൊന്ന് തന്നിറാറല്ലേ? 4 സ്വർഗം ഉണ്ടോട്ട് ചൊന്നിറാറല്ലേ? ആ സ്വർഗത്തെ നന്റെ പെഞ്ഞയും നന്റെ മക്കളും നാണ് ബാക്കി വെച്ചിര നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്നപ്പൽക്കാ ലാസ്റ്റ് എന്തായിട്ട് ഒരു നാല് നോമ്പ് നോക്കട ടൈമില് മഗ്രിബിടെ നേരാവുമ്പോ സുബ്ഹാനല്ലാഹ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുടെ നോമ്പ് തുറക്കട ടൈം ആവുമ്പോ എതിർലു കോന്നിട്ട് ചെന്ന് തെനസ് വെച്ചിട്ട് എന്തിಗೆ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കുകയായിട്ട്
ആ തനസ് കണ്ടപ്പോ ഫബകാ ബുകാഅൻ ശദീദാ, ജോറായിട്ട് പുൽപ്പെട്ടു പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? സ്വഹാബികൾ കേട്ടാറ്, അല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, നിങ്ങൾ നോമ്പ് തുറക്കണ ടൈം ആവുമ്പോ നിങ്ങളെ എതിർന്നു ചെമ്മ ഫ്രൂട്ട്സും നിങ്ങൾക്ക് പേന്മായ തനസുകോന്നിട്ട് വെച്ചപ്പോ നിങ്ങൾക്ക് സന്തോല അല്ലേ ആവണായത്? ಅದರ ಬದಲಿಗೆ ನಿಂಗ ಎಂದೇ ಬುಲ್ಪುಟ್ಟೋ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്തു, സ്വഹാബത്തെ ನಾನು ಬುಲ್ಪೊಡಗುള്ള ಕಾರಣ ಎಂದ ಒಂದುಂಡೋ? അതാ നണ്ടക്കാട്ടി വലിയ മഹാനല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഞങ്ങ ഒട്ടിಗೆ ജീവിച്ചിരുന്ന മഹാനല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ. ആ മുസ്അബ് ഇബ്നു ഉമൈർ നണ്ടക്കാട്ടി നല്ല ആളല്ലേ. ആ മുസ്അബ് ഇബ്നു ഉമൈർ വഫാത്താവുടെ ടൈമോളോ അയാളുടെ ജനാസ അത് മറക്കുള്ള തുണി പോലും ഇന്നില്ല. അയാളുടെ കയ്യിലുള്ള എല്ലാ പൈസവും അല്ലാഹുവിന്റെ ദീനിന് വേനായിട്ട് കൊടുത്തു. ഇന്റെ ഞങ്ങൾക്ക് ബിൽഡിംഗിടെ കുറടി ഉണ്ടാ. ആ കാണ്ടത് നണ്ട ബിൽഡിംഗ്, ഈ കാണ്ടത് നണ്ട ബിൽഡിംഗ്. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ അകനങ്ങുണ്ടു, വലിയ വലിയ കാറുങ്ങുണ്ടു. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ പേരിൽ എത്രമാ ഫ്ലാറ്റുങ്ങ ഉണ്ടു, എത്രമാ എസ്റ്റേറ്റുങ്ങ ഉണ്ടു, എത്രമാ കോംപ്ലക്സ് ഉണ്ടു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്താവുടെ ടൈമിലു വലിയ ശ്രീമന്തല്ലേ, വലിയ പൈസാളല്ലേ. അതേ ടൈമിലു മഹാൻ വഫാത്താവുടെ ടൈമിലു ആ മഹാന്റെ ജനാസ മറക്കുകയായിട്ട് സ്വഹാബിക നോക്കുമ്പോ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ മുട്ട ഒരു ഡ്രസ് പോലുമില്ല, ഒരു തുണി പോലുമില്ല. ലാസ്റ്റ് എവിടമാ ഒരു ചെറിയ പീസ് വന്നിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ജനാസ കഫൻ ചെയ്യ നോക്കുമ്പോ അതാ തലഭാഗം മറച്ചെങ്കിൽ കാൽഭാഗം അറിയില്ല, കാൽഭാഗം മറച്ചെങ്കിൽ തലഭാഗം അറിയില്ല. സുബ്ഹാനല്ലാഹ്, അത്രയും അല്ലാഹുവിന്റെ ദീനിന് വേനായിട്ട് എല്ലാം സമർപ്പിച്ച മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ചരിത്രം കേൾക്കുമ്പോ നക്കി തെനസ് വേണ്ട. പാലക്കാട് ചങ്ങാടിമാരെ, അങ്ങ് എല്ലാം അകലത്തടി അല്ലാഹുവിന്റെ ദീനിന് വേനായിട്ട് കൊടുക്കുമ്പോ അതാ നാളെ അങ്ങ് എല്ലാരും നബി തങ്ങളെ പെരവുല് നിന്നിട്ട് സ്വർഗത്തുക്ക് പോകുമ്പോ ആ റബ്ബുടെ കോർട്ടൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെരവുല് നിന്നിട്ട് ഞങ്ങൾക്കും സ്വർഗത്തുക്ക് പോണോ? എല്ലാ ഹറാമും നിപ്പാട്ടണോ? നിസ്കാര 5 വഖത്ത് ടൈമുക നിസ്കരിക്കണോ? ഒരു വഖത്ത് നിസ്കാരം പോലും ഖലാവുക തീരാ ടൈമുകതൊക്കെ നിസ്കരിക്കണോ? പാലക്കാരങ്ങളെ ഹാൻസും പൻപറാകും അതുപോലെ ഗുഡ്കവും വിമലും അങ്ങനെ ഒരു ഹറാമായതും ഉപയോഗിക്കുക തീരാ. കഞ്ചാവിടെ പിറവില് ഞങ്ങൾക്ക് പോ തീരാ, കാഞ്ചത്തെ പിറവില് ഞങ്ങൾ പോക തീരാ. സുബ്ഹാനല്ലാഹ്, ഇന്റെ ഞങ്ങളുടെ സമുദായത്തില് എത്ര മുസ്ലിം പാലക്കാട് ചങ്ങാടിമാറുള്ളാറ്. എന്തേ കാരണം? അതാ ഗാഞ്ചത്തെ പിറവില് പോണ്ട എത്ര പാലക്കാർ ഉള്ളാറ്. ಅದಕ್ಕೆ ತಿಳಿವೆಂದ್ರೆ ಒಂದುಂಡ ಗಾಂಜಾ ಯೂಸ್ ಹಾಕಿಂಗ್ರೆ ನಕ್ಕ ಕಿಕ್ ಗಿಟ್ರು. മോനെ നീ സിഗരറ്റ് വലിക്കുമ്പോ ആ സിഗരറ്റ് എതിർಲು എന്തിಗೆ ನೀನು ಗಾಂಜಾ ಮಿಕ್ಸ್ ಹಾಕಿಡೋ ಅಪ್ಪ ನ್ಯಾಯ ಎಂದ್ರೋ കിക്ക് കിട്ടു. പാലക്കാര ദുനിയാവിടെ കിക്കല്ല ഞങ്ങൾക്ക് വേണായത്, ഞങ്ങൾക്ക് വേണായത് നാളെ ഖബറിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് കിക്ക് വേണു. അല്ലാഹുവിന്റെ കോർട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് കിക്ക് വേണു. ആ ടൈമിൽ ഞങ്ങൾക്ക് കിക്ക് വേണം. ദുനിയാവിൽ ഞങ്ങൾക്ക് കിക്ക് വേണ്ട. ഒരു അന്യ പെണ്ണുടൊട്ടിയും ഞങ്ങൾക്ക് സമ്പർക്ക തീറ. ഓ മുസ്ലിം പാലക്കാരങ്ങളെ, നന്റെ വാല കേട്ടോട്ടുള്ള പെങ്ങന്മാരെ, ഇത് വാട്സപ്പിടെ കാലല്ലേ, ഇത് ഫേസ്ബുക്കിടെ കാലല്ലേ. എത്ര പെൺമക്കളെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ആക്കിയോണ്ടുള്ളാറ്. പിന്നെ വേണ്ട,
മോളെ നിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നിക്ക് നല്ലൊരു ലൈഫ് ഉണ്ട്, നാളെ നല്ലൊരു മാപ്പിളൊട്ടിಗೆ ജീവനാക്കണം പോലത്തെ ലൈഫ് ഉണ്ടോ, നിക്ക് മക്ക അവിടെ ഒരു കാലമുണ്ടോ, നിക്ക് പുള്ളിമാർ അവിടെ ഒരു കാലമുണ്ടോ, അങ്ങനത്തെ ഒരു കാല ബണ്ടമുന്നോലെ നീ പാടിട്ട് പോകണ്ട, നീ ചീഞ്ഞിട്ട് പോകണ്ട. ഇപ്പൊ വാട്സപ്പിടെ കാലാവുമ്പോ സുബ്ഹാനല്ലാഹ് അല്ല പൊരുത്തപ്പെടാത്ത വിധത്തില് അന്യ ആണും അന്യ പെണ്ണും സമ്പർക്കത്തിലല്ലേ. വേണ്ട വേണ്ട, മങ്ങിലാവാത്തങ്ങോ മങ്ങിലായങ്ങോ, മങ്ങിലായ ആണ് മങ്ങിലായ വേറെ ഒരു പെണ്ണിടയില് സംബന്ധ, മങ്ങിലായ ഒരു പെണ്ണ് മങ്ങിലായ വേറെ ആണിടയിൽ ഒരു സംബന്ധ. വേണ്ട ഉമ്മ, എത്രത്തോളം ഇസ്ലാമിന്റെ നിയമം കൊണ്ടുണ്ടാ. പാലക്കാരങ്ങള് റോഡിൽ ഒരു പെണ്ണ് നടന്നോണ്ട് പോകുമ്പോ നീന് നിന്റെ കണ്ണുകൊണ്ടിട്ടു ആ പെണ്ണിടെ മുഖം നോക്കി, മോനെ നീന് വ്യഭിചരിച്ചു പോയ, നിന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാറായിട്ടിക്കിട്, നിന്റെ കണ്ണുകൊണ്ടുള്ള സിനായിട്ടിക്കിട്. വേണ്ട വേണ്ട, ആ ഹറാമുടെ പെരവില് പോകണ്ട. വാട്സപ്പിൽ ഒരു വിഷയം ഷെയർ ആക്കുമ്പോ അത് നല്ലതാ ബെടക്കാ നോക്കണു. സുബ്ഹാനല്ലാഹ്, കൊറിയ പെൺമക്കളെ വോയിസ് മെസ്സേജ് വാട്സപ്പിൽ ഷെയർ ആക്കണങ്ങുള്ളാറ്. മോനെ ഈ ബെറല് ഞങ്ങ ഇസ്ലാമിയുടെ ആൾമാരല്ലേ, ഞങ്ങ മുസ്ലിമീങ്ങല്ലേ, ഞങ്ങ മറിച്ച പിന്നെ ഞങ്ങൾക്കൊരു ലോകമുണ്ട്. ഞങ്ങ അതാ ഏത് ഒരാളെ കത്തുപാട്ടിയെങ്കിലും, ഏത് ഒരാളെ കടലിൽ പോയെങ്കിലും, ഏത് ഒരാളെ കബറിൽ മറിച്ചിട്ട് കിടന്നെങ്കിലും എല്ലാരും മുസ്ലിമീങ്ങളെ വിശ്വാസല്ലേ. ഒരു മയ്യത്ര കത്ത് പാട്ടിത്തേണ്ടേ വിചാരിക്ക ആരായെങ്കിലും ഇല്ല ഇല്ല, നാളെ റബ്ബുടെ കോർട്ടിലൊരു ഉത്തരവുണ്ടോ. കൊറിയാൽമാർ ചൊല്ലാർ ആഖിറയില്ല, പരലോക ഇല്ല. അങ്ങനെ ജീവനത്ത് ഒരു ന്യായമുണ്ടാ? ഇല്ല, ന്യായം ഇല്ല ജീവനത്തുക്ക്. ഇപ്പൊ ഉദാഹരണമല്ല, നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്ത കൊന്ന, ഇപ്പൊ നന്റെ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്ത കൊന്നാറ് വരിക, അല്ലാഹു തആല കാക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ നാൻ കൊന്നേണ്ടി വരിക. അപ്പൊ ഈ കൊന്നവനക്ക് ദുനിയാവിടെ ശിക്ഷ എന്തോ, അവന് ജയിലിൽ പോണ്ട. ഏത് ജയിലിൽ പോണ്ട? ബല്ലാരി ജയിലിൽ പോണ്ട. പോയെങ്കിലാ നല്ല നമ്പർ 1 റാഗിയുടെ മുദ്ദ കിട്ടത്. വേറെ എന്ത് കൊറത്തെയില്ല, ദുനിയാവിൽ എന്ത് തപ്പാക്കെങ്കിലും പിന്നെ ചെയ്യേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ. അപ്പൊ മറിച്ചെങ്കിലെല്ലോ തീന്തി ചെന്നിട്ട് വിശ്വാസം ഉണ്ടായെങ്കിൽ അപ്പൊ ഈ കൊന്നവനക്ക് ശിക്ഷ ആര് കൊടുക്കണേ? അതിക്ക് ന്യായം വേണ്ടേ? ആ ശിക്ഷല്ലേ നാളെ റബ്ബുടെ കോർട്ടില് കൊടുക്കണോ. അപ്പൊ ഏത് തപ്പായ സ്വറാക്കിയെങ്കിലും അത് എല്ലാത്തും നാളെ റബ്ബുടെ കോർട്ടില് ഉത്തരവുണ്ടോ. ഞാൻ എന്റെ ഉമ്മമാരെ ചൊല്ലട്ടെ, ഉമ്മമാരെ, ഇസ്ലാമുടെ ചൊൽപാട്ട ഉമ്മമാര് നിങ്ങാവുക തീറാ. നിങ്ങ അല്ലാഹുവിടെ പേടിക്കട മുസ്ലിം പെണ്ണിങ്ങാവണു. ഇപ്പൊ നിങ്ങളെ ബട്ടക്കര ഭാഗത്തിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായില്ലേ എന്റെ നക്കുകൊന്തില്ല. ഞാൻ മുഞ്ഞാണ്ട് ഒരു മോത്ത് വാളുക പോയപ്പോ അവിടെ ചൊന്നാറ്, ഉസ്താദേ ഞങ്ങളെ റായത്തുള്ള മുസ്ലിം പെണ്ണിങ്ങ എല്ലാരും സംഘത്തിലുള്ളാറ്, ഞങ്ങളെ റായത്തുള്ള മുസ്ലിം പെണ്ണുങ്ങ എല്ലാരും സംഘത്തിലുള്ളാറ്. ഞാൻ കേട്ട ഇത് ഏത് സംഘ റബ്ബേ? നക്ക് നേരായിട്ട് ആ സംഘത്തെ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ. നോക്കുമ്പോ ഏതാ ഒരു സംഘായിട്ടിക്കിട്, ആ സംഘത്തില് ഞങ്ങളെ മുസ്ലിം പെണ്ണുങ്ങ ഉള്ളാറ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളെ മാപ്പിളമാര് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ അബ്ബമാര് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ ആൺമക്ക വേണ്ട, ഞങ്ങളെ ഈ ശത്ര തെരു ഞങ്ങമേ തേടിട്ട് പോണ്ട ചൊന്നിട്ടു. പെണിങ്ങളെ മനസ്സിലൊരു ബിയാറ വന്നെങ്കിലും ഏത് ധിക്കാരമുള്ള സ്വർത്തു പെണിങ്ങ ഇൽഞ്ഞിട്ട് അതപ്പതിക്കിടാറ് കിട്ടോ. നോക്കുമ്പോ ഉമ്മമാരെ എന്ത്ര വിഷയ ഈ ഭാഗത്തിൽ ഇല്ലേണ്ടായിട്ട് കിടന്ന വിശ്വാസ. അതെന്തോ അതാ ഏതോ ഒരു സംഘത്തിൽ ചേർന്നാറ്. ഉമ്മമാരെ പൈസാക്കുള്ള തരൂ, ഉമ്മമാരെ ചെലവിടെ അകത്യത്തുക പൈസാക്കട തരൂ. ആ സംഘത്തിൽ ചേരിയിട്ട് അത് ചെമ്മ പാവത്തെ ഉമ്മമാരായിട്ടിക്കിടു. പാവത്തെ ഉമ്മമാര് ഞാൻ അങ്ങനെ ദൂരമില്ല, കാരണം മാപ്പിളമാരില്ല, ആണിങ്ങ ഇല്ല, ആൺമക്ക ഇല്ല, ചെലവുക ഒരു തെരുവും കാണില്ല,
ബീഡി കെട്ടിട്ടേ നയിക്കണം പോലത്തെ അവസ്ഥ ആൺമക്കയില്ല. അപ്പ നോക്കുമ്പോ ഔത്തറ സ്വറ തീരണു, അല്ലെങ്കിൽ മോളെ മങ്ങിലാക്കി കൊടുക്കണു. അപ്പ ഒരാള് വന്നിട്ട് കാതിൽ ഊതിയ നിങ്ങളെ മോളെ മങ്ങിലാക്കണമെങ്കിൽ ഇന്ന സംഘത്തിൽ ചേരെങ്കിൽ നിങ്ങൾക്ക് കട തണ്ടാറ്. ആ കട പിന്നെ നിങ്ങൾ കൊടുത്തിട്ട് തീർത്തെങ്കായിട്ട് നോക്കുമ്പോ ഉമ്മ ആ സംഘത്തിൽ ചേരുത്ത്. ഉമ്മ നിങ്ങളെ പെൺമക്കളെ ബാൽപാട്ടുക എത്തരമാ സംഘടന ഇവിടെ ഉണ്ട്. സുന്നത്തു ജമാഅത്ത് എത്തരമാ ദീനി സംഘടന ഇവിടെ ഉണ്ട്. നിങ്ങളെ പെൺമക്കളെ ബാൽപാട്ടുകളിൽ തെരുവാങ്ങ കാട്ടി തണ്ടാറ്. അത് നിങ്ങളെ ജമാഅത്ത് കമ്മിറ്റിക്ക് നിങ്ങൾ ചൊല്ലണോ. റായത്തെ ഉസ്താദുമാർഗ വിഷയത്തു മാറ്റണോ. അതിന് ബദലുക നിങ്ങളെ പെണ്ണുമോൾക്ക് ഒരു തെരു സെറ്റിലാക്കുക പേനായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഗുണ്ടിക്ക് പോകുന്നെങ്കിൽ ആവാ ഉമ്മമാരെ. നിങ്ങളെ മോൾക്ക് നല്ലൊരു ലൈഫ് കൊടുത്തിട്ട് നിങ്ങൾ ഗുണ്ടിക്ക് പോകുന്നെങ്കിൽ ആവാ ഉമ്മമാരെ. കാരണം എന്തോ സംഘത്തില് ശരിയെങ്കില് പട്ടി വന്നു പോണ്ടു. നിങ്ങൾക്ക് അങ്ങ് കട തണ്ടാറ്. ആ കട തറുമ്പമേ 50,000 രൂപ കട തന്നെങ്കില് നീന് തിരിച്ചിട്ടപ്പറ 75,000 രൂപ കൊടുക്കണു. അപ്പൊ 25,000 രൂപ ബഡ്ഡി വ്യവഹാര. ബഡ്ഡി വ്യവഹാര അല്ല നിഷിദ്ധ ആക്കിറ. لعن الله واكل الربا وموكله وكاتبه وشاهديه. അതേ ബഡ്ഡി തിന്നറുണ്ട് അല്ല ശപിച്ചിറ. ബഡ്ഡി തിന്നറുണ്ട് അല്ല ശപിച്ചിറ. ആ ബഡ്ഡിക്ക് വേനായിട്ട് എൽതുറണ്ട് അല്ല ശപിച്ചിറ. ബഡ്ഡിക്ക് വേനായിട്ട് സാക്ഷി നിക്കണുണ്ട് അല്ല ശപിച്ചിറ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ സംഘത്തിൽ ചേരിട്ട് ബഡ്ഡിക്കല്ലേ ഉമ്മമാരെ പിറവില് പോണ്ടോ. മാത്രല്ല ആണിങ്ങ മീറ്റിംഗ് പോണ്ടാറ്. പള്ളിയിൽ അതാ മീറ്റിംഗ് നടക്കരുത്, മദ്രസത്തില് മീറ്റിംഗ് നടക്കരുത്, ജമാഅത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ്, ഖലിറിയ എൻഗമെന്റ്സിലെ മീറ്റിംഗ്. അപ്പൊ ആണിങ്ങ നല്ല തീമിക മെയിനായിട്ട് മീറ്റിംഗ് പോകുമ്പോ പെണ്ണിങ്ങ മീറ്റിംഗ് പോണ്ട ആര്? ഞങ്ങളെ പെഞ്ഞൈമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ പെൺമക്ക, ഞങ്ങളെ പെങ്ങന്മാര്. അതാ മീറ്റിംഗ് പോണ്ടോ. എന്ത് മീറ്റിംഗ്? അതാ ഒരു കയ്യിലെ മേലെ ഒരു തോലുള്ളൂ വാനിറ്റി ബാഗ്, പിന്നൊരു കയ്യില് മൊബൈല്. ഇത് രണ്ടും പിടിച്ചിട്ട് മീറ്റിംഗ് പോണ്ടേ. എന്തിക്ക് പോണ്ടേ? സംഘത്തെ മീറ്റിംഗ് പോണ്ടോ. വേണ്ട ഉമ്മമാര്, അങ്ങനത്തെ ഒരു മീറ്റിംഗിടെ പിറവിലും പോക തീരാ. ഇപ്പൊ കൊറിയ പെണ്ണിങ് ഒരു സ്വഭാവമുണ്ട്. ഞാൻ എന്റെ പാലക്കാര് ചങ്ങായിമാരെ പിറസത്ത് കൊള്ളട്ട. നിങ്ങൾ എത്ര നല്ല സ്വരദീനിക പേനായെങ്കിലും എടുക്കൂ. അതേ ടൈമിൽ പെണ്ണിങ്ങളെ ഔത്തുറ പറത്തുക കൊമ്പറണ്ട. അത് തെരു തപ്പുക ഞങ്ങൾക്ക് ഏണി വെച്ച് കൊടുത്തുക പോനാട്. എന്റെ പാലക്കാരങ്ങളെ, അല്ല നമുക്ക് പൗരുഷ തന്നില്ലേ, അള്ളാവ് നമുക്ക് കപ്പാസിറ്റി തന്നില്ലേ, പിന്നെന്തിനാ ഞങ്ങൾ പെണ്ണിങ്ങളെ പറത്ത് കൊമ്പറന്നു? കാരണം എന്റെ കൊണ്ടുണ്ടാ ഉമ്മ, നീന് ഏത് സംഘടന പേര് ചൊന്നിട്ടു നീന് അതിനെ കൊടി പിടിച്ചിട്ട് നീന് അതിനെ ജാതത്തുക പേനായിട്ട് എതിർന്നു പോയി നിക്കണ്ട. കാരണം എന്തോ അല്ല നിക്കത് പെർമിഷൻ തന്നിട്ടില്ല. കേക്കട്ടാ, അങ്ങനെ നബി തങ്ങ ആയിഷ ബീവിക്ക് പെർമിഷൻ കൊടുക്കാൻ തന്നെ, നബി തങ്ങ ഖദീജ ബീവിക്ക് പെർമിഷൻ കൊടുക്കാൻ തന്നെ. നഫീസ ബീവി കൊടിപിടിച്ച ചരിത്രമുണ്ടോ? റാബിയത്തുൽ അദവിയ കൊടിപിടിച്ച ചരിത്രമുണ്ടോ? വേണ്ട ഉമ്മമാര്. കാരണം നാളെ ഖബറിൽ കിടക്കുകൊണ്ടു. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാമിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ. റബ്ബി കിടക്കേണ്ടതാണതിൽ അസ്മാനാ. സമ്പാദ്യ സ്വത്തിൽ നിന്ന് 3 കിഫാനാ. അത് മാത്രമല്ലതിലെപ്പോഴും ബഹിജാനാ. ഉമ്മ, ഈ ചന്തത്തെ മുഖത്തെ വന്നിട്ട് പുലുതിന്നണ ഒരു നാളുണ്ടു. ക്രീമും പുരട്ടിയിട്ട് മേക്കപ്പും ആക്കിയ മുഖയില്ല. ആ മോത്ര വന്നിട്ട് പുലുതിന്നണ ഒരു നാളുണ്ടു. നിന്റെ തടിര ഭാഗങ്ങളെ പുലുതിന്നണ ഒരു നാളുണ്ടു. അതെപ്പ കൊണ്ടുണ്ടാ? ഇപ്പൊ സുബ്ഹാനല്ലാഹ്, നിന്റെ തടിക്ക് തെല്ലൊരു മണ്ണാവുമ്പോ സഹിക്കാമല്ലോ. അതാ ബസ്സിൽ പോയോണ്ടിരിക്കുമ്പോ ആ ബസ്സിൽ എതിർത്ത സീറ്റിൽ വെച്ച ഒരു പെണ്ണോ അതാ മെല്ലെ
തലമർത്തിട്ടിട്ട് കാറുമ്പോ ആ കാര് എതിരെ തെല്ലൊരു പസനിന്റെ മോത്തുക വന്ന് തട്ടുമ്പോ അതിന്റെ പേരിൽ ഗലാറ്റ ബസ്സിൽ നടന്നപ്പോ അതേ ടൈമില് എന്തേ കാരണം ഞങ്ങളെ തടിര ഞങ്ങൾ അത്ര ജോപ്പാനായിട്ട് നോക്കിയോണ്ടുള്ള അതേ ടൈമില് നാളെ ഈ തടിരകം പോയിട്ട് ഒരു മണ്ണില് ബൈക്ക് കൊണ്ടല്ലേ ആ മണ്ണിൽ വെച്ചെങ്കോ പുലു വന്നിട്ട് ഞങ്ങളെ മുഖത്ത് തിന്നു നോക്കൂ എത്തരമാ ക്രീം വെച്ച മുഖല്ലേ ഇത് ചുണ്ടുകു ലിപ്സ്റ്റിക് വെച്ചതല്ലേ കൈയുടെ ബെരലുകൾ ട്യൂടെക്സ് വെച്ചതല്ലേ സുബ്ഹാനല്ലാ അതെന്തും തീരാ നാണിപ്പ ഭാഗത്ത് പോണ്ടില്ല അതേ ടൈമിലു നിങ്ങളെ മുഖത്ത് നിങ്ങൾ ക്രീം ഇടറോ തൊന്തരയില്ല മുഖം നിങ്ങൾ ചന്താക്കറോ പക്ഷേ ഏതാ പുറത്തുക വേനായിട്ടാവുക തീറോ നിങ്ങളെ മാപ്പിളമാരില്ലേ ആ മാപ്പിളമാരെ സന്തോഷപ്പെടുത്തുക വേനായിട്ട് നിങ്ങളെ തടിര നിങ്ങൾ എത്ര പേരെങ്കും ചന്ത കൂട്ടോളൂ പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് കൂലി കിട്ടു ആ ചന്ത കൂട്ടത് നിന്റെ മാപ്പിളകല്ലാണ്ട് വേറെ ഏതോ വറുത്തുക വേനായിട്ടാണെങ്കില് ഉമ്മ എഴുതി വെച്ചുക നിക്ക് ശിക്ഷ ഉണ്ടോ എന്തേ കാരണം നാളെ നിങ്ങളെ കൈപിടിച്ചിട്ട് സ്വർഗത്തൊക്കെ കുട്ടിയോൻ പോണായ ഉമ്മാറ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ ആ ഉമ്മ വഫാത്തായിട്ട് ഗമന വെച്ച് കേക്കറു ഉമ്മമാരെ ആരാധാ ഫാത്തിമ ഉമ്മ വഫാത്തായിട്ട് ആ ഫാത്തിമ ബീവിയുടെ ജനാസക്കും പോയിട്ട് അതാ ഖബറിൽ കിടത്തുമ്പോ സ്വഹാബിങ്ങ ഖബറയിൽ പൽക്കബറിയകു സുറാക്കിയാറ് സ്വഹാബിങ്ങ ഖബറയിൽ ചൊല്ലകു സുറാക്കിയാറ് ഖബറേ ഇപ്പൊ നിന്റെ ഉൽഗത്തുക്ക് ഞങ്ങ വെച്ച് തന്ന ആരെ കൊണ്ടുണ്ടോ ബീവി ഫാത്തിമത്തു സഹ്റ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു ചമ്മ പിറസവുള്ള മോലല്ലേ ഫാത്തിമത്തു ബദഅതു മിന്നി ഫാത്തിമത്തു ഫിൽദതു കബിദി നന്റെ കരളുടെ ഒരു പാർട്ടല്ലേ ഫാത്തിമ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ആ ഫാത്തിമ ബീവിയുടെ ആയിട്ടിക്കട് നിന്റെ ഖബർ അതാ നിന്റെ തങ്ങ കടത്തിയോണ്ടുള്ളൂ ആ ഫാത്തിമയുടെ നൊമ്പലാക്കണ്ട ഖബറേ ഫാത്തിമയുടെ നൊമ്പലാക്കണ്ട കാരണം എന്തോ ഫാത്തിമ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളു മാത്രമല്ല അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ ನಾನು ಇಲ್ಮಡ ഒരു പട്ടണായിട്ടെങ്കിൽ ആ പട്ടണത്തേക്ക് പോണ്ട ബായിലായിട്ടിക്കട് അലി ഇബ്നു അബീ ത്വാലിബ് ചെന്നിട്ട് നബി തങ്ങൾ ഐഡന്റിഫിക്കേഷൻ കൊടുത്തുള്ളൂ ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിറസത്ത പെഞ്ഞയല്ലേ സഹധർമ്മിണിയല്ലേ സഖിയല്ലേ ആ ഫാത്തിമയുടെ ജനാസ ആയിട്ടിക്കട് ഖബറ് നിന്റെ മുട്ട ഞങ്ങൾ കടത്തിയോണ്ടുള്ളൂ അതേ ടൈമില് നിക്കൊരു സ്വഭാവമുണ്ടോ ഖബറേ നിക്കൊരു സ്വഭാവമുണ്ട് അതെന്തൊരു സ്വഭാവം കൊണ്ടുണ്ടോ എത്ര വലിയ മഹാനായെങ്കിലും ആ മഹാന്റെ നിന്റെ മുട്ട കോന്നിട്ട് ബലത്തിയെങ്കിലും നീന് സന്തോഷത്തിൽ ഞങ്ങളെ കെട്ടിപ്പിടിക്കേണ്ടതായിട്ടിക്കൂ പക്ഷേ അതങ്ങ് സഹിക്കുകയില്ല കേട്ടോ അതുകൊണ്ട് ഫാത്തിമകു നീ നൊമ്പലാക്കുക തീറോ ഫാത്തിമകു നൊമ്പലാക്കുക തീറോ ആ സ്വഹാബിങ്ങ ഫാത്തിമ ബീവിയുടെ പവർ ചെന്നിട്ടു ഉമ്മമാരെ ഫാത്തിമ ബീവിയുടെ ഖബറിൽ കിടത്തിയപ്പോ ആ ഖബറിന്റെ ഉൽഗത്തവർ ഉത്തര വന്നില്ലേ ഓ മക്കളെ ഈ നന്റെ ആകാശൊന്നെങ്കില് അത് ആർക്കും പവർ ചെന്നിട്ട് രക്ഷപ്പെടുകയില്ല ഒരാൾക്കും പവർ ചെന്നിട്ട് രക്ഷപ്പെടുകയില്ല കാരണം എന്തോ നക്ക് ഒരാളുടെ പവർ അകത്യയില്ല കാലി ഫാത്തിമ അല്ല ഫാത്തിമയുടെ പുതിയാപ്പലായിട്ടുള്ളൂ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കോന്നിട്ട് കിടത്തിയെങ്കില്
ഈ ഖബറിൽ രക്ഷ വേണോ? 3 വിഷയം ഇന്നെങ്കിലും മാത്രമേ രക്ഷ ഉള്ളൂ. ആ 3 വിഷയ ഖബറിലില്ലേ, രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലേ? ഖബറിന്റെ ഭാഗത്തെ ഉത്തരവെന്ന് പോയിട്ട് ഏതായിട്ട് 3 വിഷയം കൊണ്ടുണ്ടോ? അതിൽ ഒന്നാമത്തേത് ഖബറിന്റെ ഭാഗത്ത് വന്നതെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടില്ലേ, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഏതൊരു മനുഷ്യ മരിച്ചെങ്കിലും അവന്റെ ഖബറിലകം പോയിട്ട് വെക്കുമ്പോ ആ ഖബറിൽ അവനക്ക് ഉപകാരത്തുക വേണ്ട 3 സത്കർമ്മ. അതിൽ ഒന്നേത് കൊണ്ടുണ്ടാ സ്വതഖത്തിൻ ജാരിയ. ഈ പട്ടകര പള്ളി കണ്ടില്ലേ, ഈ പള്ളിക്ക് പേനായിട്ട് റായത്തെ ഉസ്താദ ജമാഅത്ത് കമ്മിറ്റി ആൽമാറാ നിങ്ങളെ കേൾക്കുമ്പോ ആ റായത്ത് ആ പള്ളിക്ക് പേനായിട്ട് എന്തെങ്കിലും നിങ്ങൾ കൊടുത്താറാ അത് ജാരിയായ സ്വതക്കല്ലേ. ആ സ്വതക്ക നിങ്ങൾ കൊടുത്താറോ? 4 ഖബറിൽ നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങൾ കൊടുത്ത സ്വതക്ക നിങ്ങളെ രക്ഷപ്പെടുത്തുക പിൽക്കുറായിട്ട് കണ്ടിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല രണ്ടാമത്തത് വലദിന് സ്വാലിഹിൻ യദൂലഹു. ഈ മരിച്ചിട്ട് ഖബറിൽ കിടക്കണ ബാപ്പമാ ഉമ്മമാ, ആ ബാപ്പകും ഉമ്മകും ഒരു മോണുള്ളാണ്. ബാപ്പകു വേനായിട്ട് ദ്വാരക്കട മോണുള്ളാണ്, ഉമ്മകു വേനായിട്ട് ദ്വാരക്കട മോണുള്ളാണ്. അങ്ങനെ നല്ല ബാപ്പകും ഉമ്മകും കയ്യെത്തിട്ട് ദ്വാരക്കട മക്ക ഉള്ളാറോ ഉള്ളാറ് ഉണ്ടായെങ്കിലോ ആ മക്കളെ കൊണ്ടിട്ട് ഖബറിൽ രക്ഷ ഉണ്ടോ? ഉമ്മമാരെ, അങ്ങനത്തെ മക്ക ഞങ്ങൾക്ക് വേണ്ടേ? ഹിരിയങ്ങളെ, അങ്ങനത്തെ മക്ക ഞങ്ങൾക്ക് വേണ്ടേ? അങ്ങനത്തെ മക്ക ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ മക്കൾക്ക് ദീന്റെ പഠിപ്പ് കൊടുക്കറോ? ദുനിയാവിടെ പഠിപ്പ് കൊടുക്കണ്ടാണ്ട് ചൊന്നോണ്ടില്ല, ഡോക്ടർമാരാക്കണ്ടാണ്ട് ചൊന്നോണ്ടില്ല, എഞ്ചിനീയർമാരാക്കണ്ടാണ്ട് ചൊന്നോണ്ടില്ല. ഞങ്ങളെ മക്ക ഡോക്ടർമാരാവണു, ഞങ്ങളെ മക്ക എഞ്ചിനീയർമാരാവണു, ഞങ്ങളെ മക്ക അഡ്വക്കേറ്റുമാരാവണു. മുസ്ലിം കമ്മ്യൂണിറ്റിയില് IAS ഓഫീസർമാർ വരണു, IPS ഓഫീസർമാർ വരണു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചുക്കാട് പിടിക്കിടങ്ങ് വരണു, മുസ്ലിം സമുദായത്തിൽ SI മാർ വരണു, SP മാർ വരണു, സർക്കിൾ ഇൻസ്പെക്ടർമാർ വരണു. പക്ഷേ അതെല്ലാം പണ്ടൊട്ടിക കാലി അത് മാത്രം വന്നെങ്കിൽ മെയ്യാവാല് അത് റൊട്ടിക ഞങ്ങളെ മക്ക ഡോക്ടറാകുമ്പോ നല്ല ദീനി ബോധമുള്ള ഡോക്ടറാവണു. പേരുക മുഹമ്മദ് ഡോക്ടറല്ല, പേരുക സലീം ഡോക്ടറല്ല. പിന്നെ ആ ഡോക്ടർ നോക്കുമ്പോ അവനക്ക് ദീന്റെ പഠിപ്പും കൂടി ഉള്ള ഡോക്ടർക്കോ, ദീന്റെ പഠിപ്പും കൂടി ഉള്ള എഞ്ചിനീയർക്കോ. അങ്ങനെ ഉണ്ടായെങ്കിൽ എന്തൊരു ഭാഗ്യല്ലോ. അപ്പൊ ഞങ്ങളെ മക്കൾക്ക് 2 പഠിപ്പും കൊടുക്കണോ? ഉമ്മമാര്, ആണിങ്ങളെ കാട്ടി യാര മക്കളൊട്ട പെരയുടെ നിങ്ങ മക്കളെ ഉപദേശിച്ചിട്ട് നല്ലാക്കിയോണ്ടിരിക്കണോ? ഞങ്ങളെ മക്ക തെരുതപ്പെടത് ഞങ്ങൾക്ക് കൊണ്ടാവല്ല. ഇണ്ട് നാണ് ബെതിർത്ത് പള്ളിയുടെ ജുമകൾ ഞെട്ട് പുറത്ത് പറയുമ്പോ 2 മക്ക എന്തമ്മ അപ്പറപ്പറ ചൊന്നോണ്ടുള്ളാറ്. കൊറിയ നേരം കഴിഞ്ഞ പിന്നെ ചൊല്ലത് കേടുത്ത് ഏപ്രിൽ ഫൂലുളാ നോക്കുമ്പോ എന്തൊരു ഓർക്കിടാവ് പിന്നെ ഓർക്കിട ചെറിയ മക്ക ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കാൻ പോലെ കണ്ടേ. പള്ളിയുടെ ജുമേലിന്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഓർത്ത പിന്നോർത്തര നമ്മ പടയ പരിപാടിയിട്ടുള്ള. അപ്പൊ അവന് നമ്പിയ 2 മക്കളെ കൂടെ ഓർത്ത പിന്നോർത്തര ചൊല്ലുമ്പോ 2 അപ്പുറം നമ്പിയാൽ നമ്പി പിന്നെ അപ്പുറം പോകുമ്പോ ഏപ്രിൽ ഫൂൾ. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ മക്ക പൊട്ടന്മാരായോണ്ടുള്ളാറ്, ഞങ്ങ പൊട്ടന്മാരായോണ്ടുള്ള ഏപ്രിൽ ഫൂൾ ഇസ്ലാമുലുണ്ടാ ബാലക്കാരങ്ങളെ. ഏപ്രിൽ ഫൂൾ ഇസ്ലാമുലില്ല. സുബ്ഹാനല്ലാഹ്. കലവ് ചൊല്ലുക തീറ എല്ലാവർക്കും കൊണ്ടുള്ളതല്ലേ. അത് ഏപ്രിൽ 1-ാമത്തെ താരീഖ് 2 മാത്രമല്ല. കൊറിയങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് കാണുമ്പോ, കൊറിയങ്ങളെ ഫേസ്ബുക്കിൽ കമന്റ് കാണുമ്പോ കാലി ഏപ്രിൽ 1-2 മാത്രം കലവ് ചൊല്ലൊരു തീരാണ്ട് കണ്ടു, ബാക്കി ടൈമിലെല്ലാം കലവ് ചൊല്ല. അങ്ങനല്ല. ഏപ്രിൽ 1-നാവട്ടെ ഏത് ടൈമിലാവട്ടെ കലവ് ചൊല്ലുക തീറ. അപ്പൊ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ചൊന്നു കൊടുക്കണം, മക്കളെ കലവ് ചൊല്ലുക തീറ. അതേ ടൈമിലു ഒരു നാല് കിടാവ് സ്കൂൾ കഴിഞ്ഞിട്ട് ഔത്ത് വേണ്ട, ഔത്ത് വന്ന് നോക്കുമ്പോ ഉമ്മ അല്ലെങ്കിൽ അബ്ബ ബസ്സിന് കൊടുത്ത ടിക്കറ്റ് പൈസ കിടാവിടെ കീസയിലേ ഉണ്ടു. ഉമ്മ ഇതാ പൈസ. എന്താ മോനെ ബസ് കൊടുത്തില്ലേ? മോനെ കൊടുത്തില്ല. ഞാൻ മെല്ലെ വന്നപ്പത്തിൽ ഇങ്ങനെ കട്ടെടുത്ത് നല്ല ബംഗാളിലെ കട്ട
കിടാവിടെ മുഖത്ത് ഒരു ചിക്കനും ഉമ്മയുടെ കയ്യിൽ ഒരു കൊക്കലും. രണ്ട് കിട ഭാരി നല്ല കിട. നാലടെ പിന്നെ അങ്ങനെ മേക്കു നോക്കൂ, എങ്ങനെ മേക്കു നോക്കൂ, പൈസ കൊടുക്കാണ്ട് പോയി പറകു നോക്കൂ. ഉമ്മമാരെ ഭാഗത്ത് ഇങ്ങനത്തെ അഡ്വൈസ് കിട്ടിയെങ്കിൽ മക്ക കള്ളന്മാരാവുക വേറെന്തു വേണ. അതുകൊണ്ട് ഉമ്മമാരെ മക്കളെ ഉപദേശിച്ചിട്ട് നല്ലാക്കണോ, മക്ക നല്ലാവണോണ്ട് ബിയാറ വേണു. കളവ് ചൊല്ലത് ഇസ്ലാമിയുടെ സമ്പ്രദായമല്ല. ഏപ്രിൽ ഫൂൾ സുബ്ഹാനല്ലാഹ്. ഏതാ ഒരു ജപ്പാന്റെ രാജാവ് അതാ ചാൾസ് ഒലിമ്പമത്തവണു. അവന്റെ മനസ്സിലൊരു ബിയാറ വന്ന തിങ്കിങ് അല്ലേ ഏപ്രിൽ ഫൂൾ. അവൻ ഒർന്നാലും ഇങ്ങനെ തെച്ചോണ്ടിരിക്കും. അവന്റെ മനസ്സിലൊരു ബിയാറ വന്ന് ചാൾസ് ഒലിമ്പമത്തവന്റെ മനസ്സില് ഏപ്രിൽ 1 അത് കലണ്ടറുടെ സ്റ്റാർട്ടിംഗ് ആവണോ, ന്യൂ ഇയർ സ്റ്റാർട്ട് ആവണായത് ഏപ്രിൽ 1, 2. അത് അവന്റെ മനസ്സിലൊരു ബിയാറ വന്നു. അപ്പൊ അവന്റെ അംഗീകരിച്ച ആൾമാര് അനുയായിങ്ങ അങ്ങ എല്ലാരും ഏപ്രിൽ 1 നല്ലൊരു നാളായിട്ട് കൂട്ടിയാറ്. അങ്ങനെ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങ് ഗിഫ്റ്റ് കടത്തിയാറ്, പ്രസന്റേഷൻ കടത്തിയാറ്. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ പെട്ടിയുടെ ഉൾക പ്രസന്റേഷൻ കടത്തിയാറ്. ആ എത്തണായ ആൾമാരെ കൈകത്തി നോക്കും, അത് പൊട്ടുമാട്ടി നോക്കും, അതിന് ഉൾക എന്തുമില്ല. ഏപ്രിൽ ഫൂളിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിടത്. അതുപോലെ ആവകു തീര കാരണം എന്തോ നബിതങ്ങ ചൊന്നില്ലേ, ഇങ്ങനത്തെ ഒരു ഏപ്രിൽ ഫൂൾ പണ്ടേട്ട് കൊന്തിന്ന നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നബിതങ്ങ ചൊന്തു വൈലുൻ ലിമൻ യുഹദ്ദിസു ബിൽ ഹദീസ്. ഓർത്തവർ പൽക്ക പൽക്ക പറഞ്ഞ അവനക്ക് നാശമുണ്ട്.